അസ്സലാമു അലൈക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ട് ഇന്ന് ഞങ്ങൾക്കൊരു യാത്രയിലാണ്. ഞങ്ങൾക്ക് ഇന്നൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. ഞാനും എൻ്റെ ഈസാമോനും ഉണ്ട്, എൻ്റെ യൂസുഫുണ്ട്, അവൻ്റെ ഉമ്മ, എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത്. പിന്നെ നൂഹ് മോനും. ഞങ്ങൾ ഇത്രയും പേരും കൂടെയാണ് പോകുന്നത്. ഇളയ മോനും വൈഫും അവരുടെ വൈഫ് ഹൗസിലാണ്. അവൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ വളയിലാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭയങ്കരമായ മഴയാണ്. ആലപ്പുഴയാണ്. എങ്ങനെയെങ്കിലും മഴയായാലും എത്തണ്ടേ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പതുക്കെയാണ് പോകുന്നത്. ഹസ്ബൻഡിന് കാലൊന്നും വയ്യാത്തത് കൊണ്ട് വണ്ടി പതുക്കെ വിട്ടു പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ പോകാതിരിക്കാനും പറ്റത്തില്ല, മഴയാന്ന് പറഞ്ഞാലും പറ്റത്തില്ല. ആവശ്യങ്ങളല്ലേ അത്. അങ്ങനെ ഞങ്ങൾ പോവാണ്. ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ ക്വാർട്ടേഴ്സ് വെച്ചാണ് നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വെള്ളമെല്ലാം കുടിച്ച് അപ്പോഴത്തേന് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വന്ന്. അപ്പോൾ അവിടെ അവർ ഡ്രസ്സെല്ലാം കൊണ്ടുവന്ന് അതെല്ലാം മാറ്റി പെണ്ണ് അങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് വന്നവർ. അപ്പോൾ ഞാനും ഒരു ചെറിയ വീഡിയോ പിടിച്ചതാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് ഫോട്ടോസ് ആയതുകൊണ്ട് വലിയ സ്ഥലമൊന്നുമില്ല. പിന്നെ അവർ കൊണ്ടുവന്ന സാധനം എന്ന് വെച്ചാൽ അവർ ഒരു മോതിരവും ചെയിനും ഒക്കെ കൊണ്ടുവന്നിട്ടു. അപ്പോൾ എൻ്റെ യൂസുഫ് മോനാണിത്. പിന്നെ ഐഷ എന്നാണ് കുട്ടിയുടെ പേര്. എന്നില്ലേ ഇപ്പം ഞാനും ഉണ്ട്, എൻ്റെ മരുമക്കളുണ്ട്. പിന്നെ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് തിരിച്ച് പോരുവാണ്. അപ്പോഴും മഴയാണ്, മഴ തോർന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. രാത്രിയായി വീട്ടിലെത്തിയപ്പോൾ, ഒരു 8 മണിയായി വീട്ടിലെത്തിയപ്പം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ലൈവൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും വരണം, ലൈവിലൊക്കെ വരണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാവരും എൻ്റെ കുടുംബത്തിലെ പോലെ തന്നെയാണ് നിങ്ങളും. എൻ്റെ കുടുംബമാണ് നിങ്ങളും. എല്ലാവരും വിചാരിക്കും എനിക്ക് ആരുടെയും ഒരു സപ്പോർട്ടില്ല. പിന്നെ നല്ല ആൾക്കാരൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാത്തവരെയും ചെയ്യുന്നവരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉണ്ടാവും. എന്നെയും കുടുംബത്തിനെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പക്ഷേ അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 8 മണിയോട് കൂടിയാണ് വീട്ടിലെത്തിയത്. പിന്നെ വീട്ടിലെത്തി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കിടന്ന് പിന്നെ ഞങ്ങൾ വന്നിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഭക്ഷണം വീട്ടിൽ വന്നിട്ടാണ് വിശപ്പിന്. അവിടുന്ന് കുറച്ച് ചിക്കൻ്റെ ബിരിയാണിയൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ഞാൻ ചിക്കൻ ബിരിയാണി ഒന്നും കഴിക്കാത്തത് കൊണ്ട് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. പെട്ടെന്ന് മീനുണ്ടായിരുന്നു, അതെടുത്ത് കറി വെച്ച്. പിന്നെ മീൻ നമുക്ക് ക്ഷാമമില്ലല്ലോ. ഹസ്ബൻഡിൻ്റെ മീനിൻ്റെ ബിസിനസ് ആയതുകൊണ്ട് നമ്മൾ മീനൊക്കെ എടുത്ത് കറി വെച്ച്. അവിടെ റോഡിൻ്റെ പണിയൊക്കെ നടക്കുമല്ലേ ഹൈവേയിൽ. തിരക്കും ഭയങ്കര മഴ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു അന്ന് നമുക്ക് അനുഭവപ്പെട്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും കമൻ്റ് ഇടണേ. എൻ്റെ ഈ ചാനൽ എല്ലാവരും കാണണം. ഞാൻ ചെറിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, ഷോർട്സ്. അതെല്ലാവരും കാണണം. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.